ഹിപ്സ് ഇലക്ട്രോണിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു CCTV ആയിട്ട് ഒരു മൊബൈലിനെ കൺവേർട്ട് ചെയ്ത് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിലേക്ക് 2 മൊബൈൽ ഫോണാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരു ഫോൺ ഡാമേജ് ആയതാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾക്ക് ഈ ഫോൺ നോക്കിയാൽ കാണാം, എൻ്റെ ഒരു പഴയൊരു ഫോണാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട്. അത് പ്രശ്നമുള്ള കാര്യമല്ല. എന്നാൽ ബാക്കിലെ ക്യാമറയ്ക്ക് ഡാമേജ് ഉണ്ടാകാൻ പാടില്ല. ഫ്രണ്ട് ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും ഡാമേജ് ഇല്ലാത്തതാണെന്ന് ഉറപ്പുവരുത്തുക. ഇനി രണ്ടാമത്തെ ഫോൺ, അതിന് ഡിസ്പ്ലേക്ക് യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മളിതൊരു മോണിറ്ററായിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് CCTVയുടെ ലൈവ് വിഷ്വൽസ് കാണുന്നത് ഈ മോണിറ്ററായിട്ട് ഉപയോഗിക്കുന്ന ഫോണിലാണ്. അതുകൊണ്ട് അതിന് യാതൊരുവിധ ഡാമേജും ഉണ്ടാകാൻ പാടില്ല. എന്നാൽ CCTV ക്യാമറയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ ഗ്ലാസ് കാര്യങ്ങൾ പൊട്ടിയെന്നോർത്ത് കുഴപ്പമില്ല. എന്നാൽ ടച്ചും കാര്യങ്ങളും വർക്ക് ചെയ്യണം. കാരണം നമുക്ക് ഇതിൻ്റെ അകത്തൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവണം. ക്യാമറയ്ക്ക് ഒരു ഡാമേജും ഉണ്ടാകാൻ പാടില്ല, ഫ്രണ്ട് ക്യാമറയ്ക്കും ബാക്ക് ക്യാമറയ്ക്കും. അങ്ങനെ 2 ഫോണും എടുത്തതിന് ശേഷം നിങ്ങൾ ഫോണിലെ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. സെക്യൂരിറ്റി ക്യാമറ CZ എന്നാണ് ആപ്പിൻ്റെ പേര്. ഈ ആപ്പ് നിങ്ങൾ 2 ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം 2 ഫോണിലും ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 ഫോണിലും ഒരേ Gmail ID വേണം നിങ്ങൾ ലോഗിൻ ചെയ്യാൻ. ആദ്യം ഞാൻ മോണിറ്ററായിട്ട് ഉപയോഗിക്കുന്ന ഫോണിൽ സെക്യൂരിറ്റി ക്യാമറ CZ എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്ക് ക്യാമറയായിട്ട് ഉപയോഗിക്കുന്ന ഈ ഫോണിലും കൂടെ സെയിം ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. സെക്യൂരിറ്റി ക്യാമറ CZ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തത് അതും ഈ ക്യാമറയായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന ഫോണിലും നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് 2ലും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ ലോഗിൻ ചെയ്യണം. അപ്പോൾ ആ ലോഗിൻ Gmail ID എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവർ ഇതിനു വേണ്ടി മാത്രം ഒരു Gmail ID ക്രിയേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ നമ്മുടെ പേഴ്സണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഫോണും ഇതിനുവേണ്ടി ഉപയോഗിക്കാതിരിക്കുക. ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിലെ ഡേറ്റാസോ കാര്യങ്ങളോ ഒക്കെ ആക്സസിബിലിറ്റി ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് 2 ഫോൺ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ അകത്തെ വിഷ്വൽസ് ഒരു പ്രൈവറ്റ് ക്ലൗഡിൽ സ്റ്റോർ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷ്വൽസ് ഏതെങ്കിലും ഒരു വിഷ്വൽസ് എല്ലാം നിങ്ങളുടെ പ്രൈവറ്റ് ക്ലൗഡിൽ സ്റ്റോർ ചെയ്യാൻ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പബ്ലിക് ഏരിയയിൽ മാത്രം നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വീടിൻ്റെ ഫ്രണ്ടിലോ വീടിൻ്റെ ബാക്ക് സൈഡുകൾ, അങ്ങനെ ആ ഫ്രണ്ട് ആക്സസിബിലിറ്റി, അതായത് പബ്ലിക് ആക്സസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രൈവറ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ട് മാക്സിമം ഇത് ഉപയോഗിക്കാതിരിക്കുക. ഇതൊരു ക്ലൗഡിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 2 ഫോണിലും ഈ ആപ്പ് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോണിറ്ററായിട്ട് ഉപയോഗിക്കുന്ന ഈ ഫോണിൽ നമുക്ക് ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ അടുത്ത് ഒരു ലോഗിൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ഫോണിലെ ലോഗിൻ ID സെയിം ആയിരിക്കണം. അപ്പം നമുക്ക് സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം ഒരു ഈ Gmail ID ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ലോഗിൻ ആകുകയാണ്. ഇപ്പോൾ 2നും സെപ്പറേറ്റ് ആപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്, ക്യാമറയാണോ മോണിറ്ററാണോ എന്നുള്ളത്. അപ്പം ഞാൻ ഇത് മോണിറ്ററായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ മോണിറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ട് ഓൾറെഡി ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. ഞാൻ ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആപ്പ് ഓൾറെഡി കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇനി നമുക്ക് ക്യാമറയായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന ഈ ഫോണിലും ഈ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഇതിലും സെയിം Gmail ID വേണം നിങ്ങൾ ലോഗിൻ ചെയ്യാൻ. 2ലും ഒരേ Gmail ID വേണം. അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തു. ഓക്കെ, അക്സെപ്റ്റ് കൊടുക്കുക. എല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്തൊക്കെ ഓപ്ഷൻ ചോദിക്കുന്നു അതെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെയും സെയിം ഓപ്ഷൻ ചോദിക്കും, ക്യാമറയാണോ മോണിറ്ററാണോ എന്ന്. അപ്പോൾ നമ്മളിത് ക്യാമറയായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ക്യാമറ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ കൊടുക്കുക. പെർമിഷൻ ചോദിക്കും. എല്ലാ പെർമിഷനും നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കണം. എന്തൊക്കെ പെർമിഷൻ ചോദിക്കുന്നോ അതെല്ലാം അലോ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. എല്ലാ പെർമിഷനും കൊടുത്ത് ഇപ്പോൾ ക്യാമറയായിട്ട് ഉപയോഗിക്കുന്ന ഫോണ് ഇപ്പോൾ ഓൾറെഡി ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മോണിറ്ററായിട്ട് ഉപയോഗിക്കുന്ന ഫോണിലേക്ക് പോകാം. അതിൻ്റെ അകത്തൊരു വീഡിയോയുടെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പെർമിഷൻ ചോദിക്കും. പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് വിഷ്വൽസ് വരും. ഓക്കെ, അപ്പോൾ ഏതാണ് ഫോൺ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു വിഷ്വൽസാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഫോൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഷ്വൽസാണ് ഇതിൽ വരുന്നത്. നെറ്റ്വർക്ക് ഇത്തിരി സ്ലോ ആണ്, അതുകൊണ്ടാണ് ഈ വിഷ്വൽസിന് ഇത്തിരി ഡിലേ വരുന്നത്. അപ്പം ഞാൻ ഫൈനലി നിങ്ങളെ ഈ CCTV ആയി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ കാണിച്ചു തരാം. അപ്പം ജസ്റ്റ് നിങ്ങളിതൊന്ന് നോക്കുക എങ്ങനെയാണ് കണക്ട് ചെയ്തതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാമറയായിട്ട് ഉപയോഗിക്കുന്ന ഫോണ്. ഈ ഫോണിൻ്റെ വിഷ്വൽസാണ് എനിക്ക് ഈ മോണിറ്ററായിട്ട് ഉപയോഗിക്കുന്ന ഫോണിൽ കിട്ടുന്നത്. അപ്പോൾ നല്ല നെറ്റ്വർക്ക് സ്പീഡ് ഉള്ള നെറ്റ്വർക്ക് ആണെങ്കിൽ സ്ട്രീമിങ് നല്ല ഫാസ്റ്റ് ആയിരിക്കും. ഇത് എൻ്റെ നെറ്റ്വർക്ക് ഇത്തിരി സ്ലോ ആണ്. അപ്പം ഞാൻ നെറ്റ്വർക്ക് സ്പീഡായിട്ടുള്ള നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം.
ഓക്കെ. പിന്നെ അത് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ നിങ്ങൾക്ക് റെസൊല്യൂഷൻ എടുക്കുക, എത്ര MP ക്യാമറയാണ് വേണ്ടതെന്ന്. അപ് ടു 8 വരെയുള്ള സൈസിലെടുക്കാം. ഇപ്പം ഞാനിവിടെ 6 ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ എല്ലാ ഓപ്ഷൻസും എടുത്ത് നോക്കുക. അതിനകത്ത് മോഷൻ സെൻസറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ ഓൺ ആക്കിയിട്ട് കൊടുക്കുക. നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പം നമ്മൾ ക്യാമറയായിട്ട് ഉപയോഗിക്കുന്ന ഫോണിൻ്റെ ബാറ്ററി പെർസെൻറ്റേജും അത് എത്രമാത്രം ഹീറ്റ് ആയിട്ടുണ്ട് എന്നും കാണിക്കുന്ന 2 ഓപ്ഷൻസ്, അത് രണ്ടും നിങ്ങളൊന്ന് ഓൺ ആക്കിയിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ മോണിറ്ററിൽ തന്നെ ഈ ക്യാമറ, അതായത് ക്യാമറയായിട്ട് ഉപയോഗിക്കുന്ന ഫോണിൽ എത്രമാത്രം ബാറ്ററി ഇനി ബാക്കിയുണ്ട് എന്നും ആ ക്യാമറ എത്രമാത്രം ചൂടായിട്ടിരിക്കുകയാണ് എന്നും നമുക്ക് നമ്മുടെ മോണിറ്ററായിട്ട് ഉപയോഗിക്കുന്ന ഫോണിൽ തന്നെ അത് അറിയാൻ സാധിക്കും. അപ്പോൾ അതൊരു വലിയൊരു ഗുണമാണ്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് കൊടുക്കുക 2 ഓപ്ഷനും. നമുക്കൊന്നുകൂടി ഇതിൻ്റെ ലൈവ് പ്രിവ്യൂ ഒന്ന് നോക്കാം. ലോഡായി വരാൻ ചെറിയ താമസമുണ്ട്, നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണ്. ഓക്കെ, ഇപ്പം നോക്കിയാൽ അറിയാം, താഴെ വെച്ചിരിക്കുന്ന ഫോണിൻ്റെ വ്യൂ ആണ് മോണിറ്റർ വന്നിരിക്കുന്നത്. നേരെ മുകളിൽ ഞാൻ പിടിച്ചിരിക്കുന്നതാണ് എൻ്റെ ക്യാമറ എന്ന് പറയുന്നത്. ആ ക്യാമറയിൽ കാണുന്നത് താഴെ ഇരിക്കുന്ന ഫോണാണ്. ഈ മുകളിലായി കാണുന്ന ഈ സിമ്പൽ നമുക്ക് ക്യാമറ ചേഞ്ച് ചെയ്യാനാണ്. അതായത് ഫ്രണ്ട് ക്യാമറ വേണോ ബാക്ക് ക്യാമറ വേണോ എന്നുള്ളത്. ഒന്ന് ഫ്രണ്ട് ക്യാമറ ആക്കി നോക്കാം. എൻ്റെ ഫ്രണ്ട് ക്യാമറ ഡാമേജ് ആണ്, അതുകൊണ്ട് വൈറ്റ് ആയിട്ട് കാണത്തുള്ളൂ. ഒരു ഡിലേ ടൈം വരുന്നത് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണ്. നല്ല നെറ്റ്വർക്കിൽ ഞാനിതൊന്ന് ചെക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കാം. എന്തായാലും ബാക്ക് ക്യാമറ തന്നെ ഒന്ന് കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ കണക്ഷൻ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം ഞാനിത് ലൈവ് പ്രിവ്യൂ ആയിട്ടുള്ള നല്ല നെറ്റ്വർക്കിലൊന്ന് നിങ്ങളെ കാണിച്ചു തരാം, ലൈവ് എങ്ങനെയാണ് ഇതിൻ്റെ പ്രിവ്യൂ വരുന്നത് എന്നുള്ളത്. ഓക്കെ, ക്യാമറയായിട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആർട്സ് ആണ്, അത് നിങ്ങൾ കാര്യമാക്കേണ്ട. പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ അതിൻ്റെ ആർട്സ് ഫ്രീ ആകത്തുള്ളൂ. ഓക്കെ, ഇതാണ് ഇപ്പോൾ എൻ്റെ ലൈവ് പ്രിവ്യൂ എന്ന് പറയുന്നത്. ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ലൈവ് പ്രിവ്യൂ ആണ്. ആ ക്യാമറയായിട്ട് ഉപയോഗിക്കുന്ന ഫോണിൽ നിന്നും വൈഫൈ മുഖാന്തരം നെറ്റ്വർക്ക് വഴി കിട്ടുന്നതാണ് ഈ വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ കാർ ഷെഡിലായിട്ടൊരു കാർ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ആ കാറിനെ ഞാനൊന്ന് പുറത്തേക്ക് എടുത്ത് നിങ്ങളെ ലൈവ് പ്രിവ്യൂ ഒന്ന് കാണിക്കാം, എങ്ങനെയാണ് സ്ട്രീമിംഗ് എന്നും എത്ര പെർഫെക്ഷനായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണാം. ഇപ്പം ഞാൻ കാറൊന്ന് ബാക്കിലേക്ക് എടുത്ത് ഫ്രണ്ടിലേക്കൊന്ന് ഓടിച്ച് കാണിക്കാം. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് കരുതുന്നുണ്ട്. ലൈവ് പ്രിവ്യൂ ആണ് ഇപ്പം കാണുന്നത്. എത്ര പെർഫെക്ഷൻ ആണെന്ന് നിങ്ങൾ നോക്കുക. നമ്മളൊരു വീഡിയോ സിനിമ കാണുന്ന പോലെ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ വ്യൂസ് കാണുന്നത്. നല്ല ക്ലിയർ ആണ്, പക്ക ക്ലിയറുമാണ്. HD ക്ലാരിറ്റിയിലാണ് നമുക്ക് ഫോണിൽ ലഭിക്കുന്നത്. കണ്ടോ, അപ്പോൾ എൻ്റെ കാറ് മൂവ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്, ഈ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ നമുക്ക് ഫോണിൽ തന്നെ അത് റെക്കോർഡ് ആയിക്കോളും. അതിൻ്റെ ഓപ്ഷനും ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലില്ല എങ്കിൽ പോലും നമ്മൾ ഫോൺ മാറ്റി വെച്ചാൽ പോലും ആ റെക്കോർഡിങ് നടക്കുന്നുണ്ടാവും. കണ്ടോ, ലൈവ് പ്രിവ്യൂ ആണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറഞ്ഞ കാര്യങ്ങൾ മറക്കാതിരിക്കുക. ഒരു പബ്ലിക് ആയിട്ടുള്ള ഏരിയയിൽ മാത്രം നിങ്ങൾ ഈ ക്യാമറ വെക്കാൻ ശ്രദ്ധിക്കുക. ഇതൊരു ക്ലൗഡ് സ്റ്റോറേജ് ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഏരിയയിൽ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ഈ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ എപ്പോഴും നിങ്ങളുടെ ഫോണിൽ ഓഫ് ആയിട്ടിരിക്കണം. അതിൻ്റെ ഇതും കൂടെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താണെന്ന് എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ ക്യാമറയായിട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ എടുക്കുക, അതിൻ്റെ അകത്ത് ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ഓഫ് ആക്കി വെക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ലെസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞത് കൊടുക്കുക, ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആപ്പിലേക്ക് പോകും, ആപ്പുകളുള്ള സെലക്ഷനിലേക്ക്. അതിൽ നമ്മുടെ ആപ്പ് എടുക്കുക, അതായത് സെക്യൂരിറ്റി ക്യാമറ CZ എന്ന് പറഞ്ഞ ആപ്പ് എടുക്കുക. ആപ്പ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബാറ്ററി ഒപ്റ്റിമൈസേഷൻ്റെ ഓപ്ഷൻ കാണും, അത് ഓഫ് ആക്കിയിടുക. ഡോണ്ട് ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് ഡൺ കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, പറഞ്ഞ കാര്യങ്ങൾ മറക്കാതിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.